ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു RK ക്ലാസ്സസ്. 11th നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 14 ചാപ്റ്റേഴ്സാണ്. ഒന്ന് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, സിമ്പിൾ, കുറേ ന്യൂമറിക്കൽസ്. 9th 10th നിങ്ങൾ കണ്ട് പരിചയമുള്ള കുറേ ഇക്വേഷൻസും ന്യൂമറിക്കൽസുമാണ് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. 2 സ്ട്രക്ചർ ഓഫ് ആറ്റം ചെറിയ ക്ലാസ് മുതൽ നിങ്ങൾ പഠിച്ചുണ്ടാക്കിയതാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലേ? ആറ്റത്തിൻ്റെ പല മോഡലുകൾ നിങ്ങൾക്കറിയാം അല്ലേ? നിങ്ങൾ റുദർഫോർഡ് മോഡൽ പഠിച്ചിട്ടുണ്ട്, ഡാൾട്ടൻസ് മോഡൽ പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ജെ തോംസൺസ് മോഡൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ മോഡൽ ആൻഡ് ആറ്റോമിക് സ്ട്രക്ചർ ഓഫ് ആറ്റം 2ാമത്തെ ചാപ്റ്റർ. 3 ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിക് പ്രോപ്പർട്ടീസ്. 8, 9, 10 ക്ലാസ്സുകളിൽ അതിൻ്റെ കുറച്ച് കുഞ്ഞു ഭാഗങ്ങൾ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് എല്ലാം ഇച്ചിരി കൂട്ടി പഠിക്കും, കുറച്ചുകൂടി ഒന്ന് കൂട്ടി പഠിക്കും, അത്രമാത്രം. 4ാമത്തെ ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. ബോണ്ടിനെ പറ്റിയും ബോണ്ടിങ്ങും മോളിക്യൂളിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയൊക്കെ പഠിക്കുകയാണ്. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. 5 സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൻ്റെ പല സ്റ്റേറ്റിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഏതൊക്കെ സ്റ്റേറ്റുകളാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അങ്ങനെ പല സ്റ്റേറ്റിനെ പറ്റിയാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പഠിക്കുന്നത്. ഈക്വിലിബ്രിയം, റെഡോക്സ് റിയാക്ഷൻ, എസ് ബ്ലോക്ക് എലമെൻറ്റ്, P block element, organic basic principles and techniques, hydrocarbon, environmental chemistry. ഇത്രയും ചാപ്റ്റേഴ്സാണ്, 14 ചാപ്റ്റേഴ്സ് നമുക്ക് 11th പഠിക്കാനുള്ളത്. 10th പഠിച്ചതിൽ നിന്നുള്ള വ്യത്യാസം കുറച്ചുകൂടി കൂടുതൽ പഠിക്കാനുണ്ട്. പറയാലോ, ശരിക്കും പറയാം, കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. 10th പഠിച്ചതുപോലെയല്ല, ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക്. അപ്പോൾ ഓരോ ക്ലാസ് കഴിയുന്നേരം അന്നൊന്ന് ക്ലിയർ ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. നീറ്റ് JEE എക്സാമിനൊക്കെ സ്കോർ ചെയ്യണമെങ്കിൽ ഇത് തന്നെ പഠിച്ചാൽ മതി. ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്കൊരു ധാരണയുണ്ട്, നീറ്റും JEEയും എക്സാം എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഒരു സംഭവമാണെന്നുള്ളൊരു ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റുക. ഞാൻ പഠിപ്പിക്കുന്നത് എന്താണോ, നിങ്ങൾ സ്കൂളിലെ സ്കൂളിലെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് എന്താണോ, അത് തന്നെയാണ് നീറ്റ് JEE എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ. പ്യുവർലി NCERT. 99% ക്വസ്റ്റ്യനും NCERT നിങ്ങൾക്ക് തരുന്ന NCERT ബുക്കിൽ നിന്നായിരിക്കും. ഒന്നുപോലും ഔട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു 3-4 വർഷമായിട്ട് മിക്കവാറും ക്വസ്റ്റ്യനും 99% ക്വസ്റ്റ്യനും ഈ NCERT ബുക്കിൽ നിന്നാണ് വരുന്നത്. ഇപ്പം നീറ്റ് JEE പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു ഐഡിയ വേണം. എനിക്ക് പഠിക്കാനുള്ള എൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന ബുക്ക് ഇത് തന്നെയാണ്. വേറെ ഏതോ ബുക്ക് പഠിച്ചാലല്ല എനിക്ക് എന്ത് ചെയ്യുക, നീറ്റിനും JEEക്കും സ്കോർ ചെയ്യാൻ പറ്റുക എന്നല്ല. എൻ്റെ ബുക്ക് ഇതാണ്, നിങ്ങൾക്ക് തരുന്ന NCERT ബുക്കാണ് നിങ്ങളുടെ ഗൈഡ് ലൈൻ. അത് വെച്ച് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിലെ 2nd ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്ട്രക്ചർ ഓഫ് ആറ്റം ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ പഠിക്കാനുള്ളത് എന്ന് നോക്കാം. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ള ലിസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുൻപ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളൊരു ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൽ മിക്കവാറും പോർഷനും നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ടാവും? ഒരു 50% ടോപ്പിക്കും ആ ലിസ്റ്റിലുള്ള 50% ടോപ്പിക്കും നിങ്ങൾ 8th, 9th, 10th സ്റ്റാൻഡേർഡിൽ ക്ലിയർ ചെയ്ത ടോപ്പിക്കുകളായിരിക്കും. ഇപ്പം ലിസ്റ്റ് വലുതാണെങ്കിൽ പോലും കുറേ ഭാഗം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു തന്നെയായിരിക്കും. അതുകൊണ്ട് ഞാൻ ലിസ്റ്റൊന്നും ഉണ്ടാക്കുന്നില്ല, വലിയൊരു ലിസ്റ്റൊന്നും ഉണ്ടാക്കി നിങ്ങൾക്ക് തരുന്നില്ല. നമ്മൾ 1 by 1 പോയിന്റ് ആയിട്ട് അങ്ങ് പഠിക്കുകയാണ്. അതിൽ 1ാമത്തെ പോയിന്റ് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയാണ്. 1805 ഡാൾട്ടൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ തിയറിയിലെ പോയിന്റ് എന്ന് നോക്കാം.
ഡാൾട്ടൺ പറയാണ് ആറ്റം ഈസ് ഇൻഡിവിസിബിൾ, നമുക്കൊരിക്കലും ആറ്റത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇതായിരുന്നു ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിലെ ഫസ്റ്റ് പോയിന്റ്. ആറ്റം ഈസ് ഇൻഡിവിസിബിൾ, ആറ്റം ഈസ് ഇൻഡിവിസിബിൾ, ആറ്റത്തെ ഒരിക്കലും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്ന് ഡാൾട്ടൺ പറഞ്ഞു. ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ, വി കാൻ ഡിവൈഡ് ദ ആറ്റം. All the matters are made up of small indivisible particles called atom എന്ന് ഡാൾട്ടൺ പറയാണ്. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ്. We can't divide the atom. Atom is the smallest particle. ഇത് തന്നെയായിരുന്നു ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയിലെ മെയിൻ പോയിന്റ്. Atom is indivisible. Atom is the smallest particle എന്ന് ഡാൾട്ടൺ പറഞ്ഞു. ഇന്ന് നിനക്കറിയാം ആറ്റം ഈസ് ഡിവിസിബിൾ. ഡാൾട്ടന്റെ തിയറിയിലെ ഈ ഫസ്റ്റ് പോയിന്റ് റിജക്ട് ചെയ്യപ്പെട്ടു. എന്താ കാര്യം? ആറ്റം ഈസ് ഡിവിസിബിൾ എന്ന് ജെ തോംസൺ തെളിയിക്കുന്നത് വരെ ആറ്റം ഈസ് ഡിവിസിബിൾ, ആറ്റം ഡിവിസിബിൾ ആണ്, ആറ്റത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോൺ ഉണ്ട് എന്ന് തെളിയിക്കുന്നത് വരെ ജെ തോംസൺ ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോൺ ഉണ്ട് എന്ന് തെളിയിച്ചതോടുകൂടി ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിലെ ഫസ്റ്റ് പോയിന്റ് റിജക്ട് ചെയ്യപ്പെട്ടു. ഡാൾട്ടൺ പറഞ്ഞത് ആറ്റം ഈസ് ഇൻഡിവിസിബിൾ എന്നാണെങ്കിൽ ജെ തോംസൺ പ്രൂവ് ചെയ്ത് കൊടുത്തു ആറ്റം ഈസ് ഡിവിസിബിൾ. ആറ്റത്തിൽ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ഉണ്ട്, നോൺ ആസ് ഇലക്ട്രോൺ എന്ന് ജെ തോംസൺ പ്രൂവ് ചെയ്തു. അതോടുകൂടി ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിലെ ഫസ്റ്റ് പോയിന്റ് കഥം ക്ലിയർ അല്ലേ, കഴിഞ്ഞു. പിന്നീട് രണ്ടാമത്തെ പോയിന്റ് ഡാൾട്ടൺ പറഞ്ഞത് എന്താണ്? ഡാൾട്ടൺ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ്, സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഡാൾട്ടൺ പറഞ്ഞത് ഡിഫറെന്റ് എലമെന്റുകളുള്ള ആറ്റത്തിന് ഡിഫറെന്റ് എലമെന്റ്, ഇപ്പോൾ ആർഗണും പൊട്ടാഷ്യവും കാൽഷ്യവും, ഞാൻ ഇവിടെ ചെയ്തട്ടെ ആർഗൺ, ഞാനിവിടെ ഓൾറെഡി ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്, അതൊരു കാര്യം പറയാൻ വേണ്ടിയാണേ. ആർഗൺ, പൊട്ടാഷ്യം, കാൽഷ്യം. ആർഗൺ എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ട്, പൊട്ടാഷ്യം എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ട്, കാൽഷ്യം എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ട്. ഡാൾട്ടൺ പറഞ്ഞ ഇതാണ്, നോക്കിയേ, ഈ ഡിഫറെന്റ് എലമെന്റുകളുള്ള ഡിഫറെന്റ് എലമെന്റുകളിലെ ആറ്റം ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് എലമെന്റുകളിലെ ആറ്റം എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അതായത് ആർഗൺ എന്ന് പറഞ്ഞ എലമെന്റിലുള്ള ആറ്റം അല്ല പൊട്ടാഷ്യത്തിൽ, പൊട്ടാഷ്യം എന്ന് പറഞ്ഞ ആറ്റത്തിലുള്ള എലമെന്റ് എല്ലാം എന്ത്? കാൽഷ്യത്തിൽ. ഇവർക്ക് ഡിഫറെന്റ് പ്രോപ്പർട്ടി ആയിരിക്കും, ഡിഫറെന്റ് മാസ് ആയിരിക്കും എന്ന് ഡാൾട്ടൺ പറഞ്ഞു. ആർഗൺ, പൊട്ടാഷ്യം, കാൽഷ്യം. ആർഗൺ എന്ന് പറഞ്ഞ എലമെന്റിലുള്ള ആറ്റം ആയിരിക്കില്ല പൊട്ടാഷ്യത്തിൽ, പൊട്ടാഷ്യം എന്ന് പറഞ്ഞ എലമെന്റിലുള്ള ആറ്റം ആയിരിക്കില്ല കാൽഷ്യത്തിൽ. ഇവർക്ക് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും, ഡിഫറെന്റ് മാസ് ആയിരിക്കും എന്ന് ആര് പറഞ്ഞു? ഡാൾട്ടൺ പറഞ്ഞു. ആര് പറഞ്ഞു? ഡാൾട്ടൺ പറഞ്ഞു. ഡിഫറെന്റ് എലമെന്റുകളിലെ ആറ്റത്തിന് ഡിഫറെന്റ് പ്രോപ്പർട്ടീസും ആയിരിക്കും, ഡിഫറെന്റ് മാസും ആയിരിക്കും എന്ന് ആര് പറഞ്ഞു? ഡാൾട്ടൺ. അവിടെ പോയി മാസ് സെയിം ആവാം, മേ ബി മാസ് എന്താവാം? സെയിം ആവാം. ഐസോബാറിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി ഡാൾട്ടന്റെ സെക്കൻഡ് പോയിന്റും റിജക്ട് ചെയ്യപ്പെടുകയാണ്. ഡാൾട്ടൺ പറഞ്ഞത് ഡിഫറെന്റ് എലമെന്റുകൾക്ക് എപ്പോഴും ഡിഫറെന്റ് മാസ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അല്ല, ഡിഫറെന്റ് എലമെന്റുകൾക്ക് സെയിം മാസ് ആവാം. അങ്ങനെയാണ് ഐസോബാർ. അതാണ് ഐസോബാർ. ഇനി ഡാൾട്ടൺ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ് നോക്കാം നമുക്ക്. മൂന്നാമത്തെ പോയിന്റ് ഡാൾട്ടൺ എന്താണ് പറഞ്ഞത് എന്നുള്ളത്. തേർഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് സെയിം എലമെന്റുകളെ പറ്റിയാണ്. ഡാൾട്ടൺ പറഞ്ഞു സെയിം എലമെന്റുകൾക്ക്, ഡാൾട്ടൺ പറഞ്ഞത് സെയിം എലമെന്റിലെ ആറ്റം സെയിം ആയിരിക്കും, അവർക്ക് എപ്പോഴും സെയിം മാസ് ആയിരിക്കും. ആ വേർഡ്സ് എപ്പോഴും, ഓൾവേസ്. സെയിം എലമെന്റിലെ ആറ്റത്തിന് സെയിം പ്രോപ്പർട്ടി ആയിരിക്കും, ഓൾവേസ് അവർക്ക് സെയിം മാസ് ആയിരിക്കും എന്നാണ്. ഓൾവേസ് അവർക്ക് സെയിം മാസ് ആയിരിക്കും. കാർബൺ 612 ആറ്റവും കാർബൺ 613 ആറ്റവും എപ്പോഴും സെയിം മാസ് ആയിരിക്കും എന്ന് ആര് പറഞ്ഞു? ഡാൾട്ടൺ പറഞ്ഞു. സെയിം എലമെന്റിലെ ആറ്റം എപ്പോഴും സെയിം പ്രോപ്പർട്ടിയും സെയിം മാസും ആയിരിക്കും എപ്പോഴും എന്ന് ആര് പറഞ്ഞു? ഡാൾട്ടൺ പറഞ്ഞു. അല്ല, മാസ് എന്താവാം? ഡിഫറെന്റ് ആവാം. ഇറ്റ് ഈസ് നോൺ ആസ് ഐസോടോപ്പ്.
ഐസോടോപ്പിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി എന്തും റിജക്ട് ചെയ്യപ്പെട്ടു? ഡാൾട്ടന്റെ മൂന്നാമത്തെ തിയറിയും റിജക്ട് ചെയ്യപ്പെട്ടു. ഡാൾട്ടന്റെ കാര്യം തീരുമാനമായല്ലേ? പക്ഷേ ഓർമ്മിക്കുക, ഫസ്റ്റ് അറ്റോമിക് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്ത സയന്റിസ്റ്റ് ആരാണ്? ഡാൾട്ടൺ ആണ്, 1805. എന്തായിരുന്നു ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിലെ 3 പോയിന്റ്സ് നോക്കിയോ. ഫസ്റ്റ് പോയിന്റ് നോക്കിയോ, ഓൾ ദ മാറ്റേഴ്സ് ആർ മേഡ് അപ്പ് ഓഫ് സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം. ആറ്റം ഈസ് ഇൻഡിവിസിബിൾ. Second point, atoms of different elements. Atom of different elements. അല്ലേ? പല ആറ്റത്തിലെ എലമെന്റ്സിന് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും, ഡിഫറെൻറ്റ് മാസ്. ഓൾവേസ്, എല്ലായ്പ്പോഴും ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും, ഡിഫറെൻറ്റ് മാസും ആയിരിക്കും എന്ന് പറഞ്ഞു. ഐസോബാറിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി ആ സ്റ്റേറ്റ്മെന്റും റിജക്ട് ചെയ്യപ്പെട്ടു. മൂന്നാമത്തെ പോയിന്റ് ഡാൾട്ടൺ പറഞ്ഞത്, സെയിം എലമെന്റിലെ ആറ്റത്തിന് എപ്പോഴും സെയിം മാസ് ആയിരിക്കും, സെയിം പ്രോപ്പർട്ടി ആയിരിക്കും എന്നാണ് ഡാൾട്ടൺ പറഞ്ഞത്. അതും റിജക്ട് ചെയ്യപ്പെട്ടു. ആരെ കണ്ടുപിടുത്തത്തോടുകൂടി? ഐസോടോപ്പിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി ആ തേർഡ് പോയിന്റ്, ആ മൂന്നാമത്തെ പോയിന്റും, ഡാൾട്ടന്റെ മൂന്നാമത്തെ പോയിന്റും റിജക്ട് ചെയ്യപ്പെട്ടു. ക്ലിയർ? അങ്ങനെ ആറ്റം ഡിവിസിബിൾ ആണെന്നും ആറ്റത്തിൽ ഇലക്ട്രോൺ ഉണ്ടെന്നും ജെ തോംസൺ കണ്ടുപിടിക്കുകയാണ്. ആറ്റം ഈസ് ഡിവിസിബിൾ, വി ക്യാൻ ഡിവൈഡ് ദ ആറ്റം. ആറ്റത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആറ്റത്തിനുള്ളിൽ നിന്നുണ്ട് ആറ്റം കണ്ടെയ്നിങ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ന് ആര് കണ്ടുപിടിക്കുകയാണ്? ജെ തോംസൺ കണ്ടുപിടിക്കുകയാണ്. നമ്മൾ അതിലേക്കാണ് പോകുന്നത്. ഡിസ്കവറി ഓഫ് ഇലക്ട്രോണിന്റെ ഡിസ്കവറിയാണ്. ഇലക്ട്രോണിനെ ഡിസ്കവർ ചെയ്തത് ജെ തോംസൺ. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിലൂടെ ജെ തോംസൺ ഇലക്ട്രോണിനെ ഡിസ്കവർ ചെയ്യാം. ആറ്റം ഈസ് ഡിവിസിബിൾ, ആറ്റത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആറ്റത്തിൽ ഒരു നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ഉണ്ട്, അതിനെ ഇലക്ട്രോൺ എന്ന് വിളിക്കാം എന്ന് എന്ത് ചെയ്യുക? ജെ തോംസൺ പറയാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിലെ ഫസ്റ്റ് പോയിന്റ് റിജക്റ്റ് ചെയ്യപ്പെടാനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു? നിങ്ങൾ പറഞ്ഞേ, എന്തുകൊണ്ടാണ് ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിലെ ഫസ്റ്റ് പോയിന്റ് റിജക്റ്റ് ചെയ്യപ്പെട്ടത്? ഇലക്ട്രോണിന്റെ ഡിസ്കവറിയാണ്. ജെ തോംസൺ ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തു. ആറ്റം ഈസ് ഡിവിസിബിൾ എന്ന് ജെ തോംസൺ പ്രൂവ് ചെയ്തു. ആറ്റത്തിനുള്ളിൽ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ഉണ്ട് എന്ന് ജെ തോംസൺ പറഞ്ഞതുകൊണ്ടാണ് ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിലെ ഫസ്റ്റ് പോയിന്റ് റിജക്റ്റ് ചെയ്യപ്പെട്ടത്. അതുവരെ ഡാൾട്ടൺ പറഞ്ഞത് ആറ്റം ഈസ് ഇൻഡിവിസിബിൾ എന്നാണ്, ആറ്റത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഡാൾട്ടൺ പറഞ്ഞത്. പക്ഷേ ജെ തോംസൺ പ്രൂവ് ചെയ്തു കൊടുത്തു, ആറ്റം ഈസ് ഡിവിസിബിൾ, ആറ്റത്തിനുള്ളിൽ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ഉണ്ട് എന്ന് ജെ തോംസൺ പ്രൂവ് ചെയ്തു. അതോടുകൂടി ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിലെ ഫസ്റ്റ് പോയിന്റ് റിജക്റ്റ് ചെയ്യപ്പെട്ടു. എങ്ങനെയാണ് ജെ തോംസൺ ആറ്റം ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞത്? ജെ തോംസന്റെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് വഴിയാണ് ആറ്റം ഡിവിസിബിൾ ആണ്, ആറ്റത്തിനുള്ളിൽ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ഉണ്ട് എന്ന് ജെ തോംസൺ പറഞ്ഞത്. എന്തായിരുന്നു ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് എന്ന് നോക്കാം നമുക്ക്. ഇതൊരു ഗ്ലാസ് ട്യൂബാണ് കണ്ടോ. ഗ്ലാസ് ട്യൂബിന്റെ സൈഡുകളിൽ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സൈഡിലൊക്കെ എന്ത് കോട്ട് ചെയ്തിട്ടുണ്ട്? ഫ്ലൂറസെന്റ് മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ട്യൂബിന്റെ സൈഡിൽ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് എൻഡിൽ രണ്ട് മെറ്റൽ റോഡ് ഫിറ്റ് ചെയ്തു. മെറ്റലിന്റെ റോഡ്. ഒരു ഗ്ലാസ് ട്യൂബ് എടുത്തു, ഗ്ലാസ് ട്യൂബിന്റെ സൈഡുകളിൽ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ കവർ ചെയ്തു. എന്നിട്ട് രണ്ട് മെറ്റൽ റാഡുകൾ ഫിറ്റ് ചെയ്തു. ഒന്നിനെ ബാറ്ററിയുടെ പോസിറ്റീവായിട്ടും പറഞ്ഞിട്ട് പോയി, മറ്റതിനെ ബാറ്ററിയുടെ നെഗറ്റീവായിട്ടും കണക്ട് ചെയ്തു. ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്ത മെറ്റൽ റോഡ് നമുക്ക് വിളിക്കാം കാഥോഡ്. ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്ത മെറ്റൽ റോഡിനെ നമുക്ക് വിളിക്കാം ആനോഡ് എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? ആനോഡ്. ഒരു ഗ്ലാസ് ട്യൂബ് എടുത്തു, ഗ്ലാസ് ട്യൂബിന്റെ സൈഡിൽ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ കോട്ട് ചെയ്തു. എന്നിട്ട് രണ്ട് മെറ്റൽ റോഡ് ഫിറ്റ് ചെയ്തു. രണ്ടെൻഡിൽ ഒന്നിനെ ബാറ്ററിയുടെ നെഗറ്റീവായിട്ടും മറ്റൊന്നിനെ ബാറ്ററിയുടെ പോസിറ്റീവായിട്ടും കണക്ട് ചെയ്തു. ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്ത ഇലക്ട്രോഡിനെ വിളിച്ചത് ആനോഡെന്നും ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്ത ഇലക്ട്രോഡിനെ വിളിച്ചത് എന്താ? കാഥോഡെന്നും വിളിച്ചു. ട്യൂബിനുള്ളിൽ ഗ്യാസ് ഫില്ല് ചെയ്തു. ഈ ഗ്യാസിന്റെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി
ഒരു എയർ സക്കർ ഉപയോഗിച്ചു, വാക്വം പമ്പ്, എയർ സക്ക് ചെയ്തെടുക്കുന്ന സാധനം. ഈ ട്യൂബിനുള്ളിലുള്ള ഗ്യാസിന്റെ പ്രഷർ ബിലോ 0.001 മില്ലിമീറ്റർ ആയിട്ട് കുറച്ചു. പ്രഷർ വളരെ കുറച്ചു, പ്രഷർ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വരുത്തുകയാണ്. എന്തുപയോഗിച്ചു? ഒരു വാക്വം പമ്പ് ഉപയോഗിച്ചു. ഒന്നുകൂടി പറഞ്ഞേ. ഒരു ട്യൂബ് എടുത്തു, ട്യൂബിൻ്റെ സൈഡുകളിൽ ഫ്ലൂറസൻ മെറ്റീരിയൽ കോട്ട് ചെയ്തു, എന്നിട്ട് അതിൽ 2 മെറ്റൽ റോഡ് ഫിറ്റ് ചെയ്തു. ഒന്നിനെ ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തു, അതിനെ കാഥോഡ് എന്ന് വിളിച്ചു. മറ്റതിനെ ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തു, അതിനെ എന്ത് വിളിച്ചു? ആനോഡ് എന്ന് വിളിച്ചു. ട്യൂബിനുള്ളിൽ ഗ്യാസ് ഫിൽ ചെയ്തു. ഈ ഗ്യാസിന്റെ മർദ്ദം, പ്രഷർ കുറയ്ക്കാൻ വേണ്ടി ഒരു വാക്വം പമ്പ് ഉപയോഗിച്ചു. എന്നിട്ട് പ്രഷർ ബിലോ 0.001 മില്ലിമീറ്റർ ആയിട്ട് കുറയ്ക്കുകയാണ് അയാൾ. ബിലോ 0.001 മില്ലിമീറ്റർ ആയിട്ട് പ്രഷർ കുറച്ചു. ഇങ്ങനെ പ്രഷർ കുറച്ചിട്ട് 10,000 വോൾട്ട്, ഈ ബാറ്ററിയിലൂടെ 10,000 വോൾട്ട് അപ്ലൈ ചെയ്യണം ജെ തോംസൺ. 10,000 വോൾട്ട് അപ്ലൈ ചെയ്തപ്പം, 10,000 വോൾട്ട് കൊടുത്തപ്പം ജെ തോംസൺ ഒരു കാര്യം മനസ്സിലായി. സം ഇൻവിസിബിൾ റേസ്, കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത കുറച്ച് പാർട്ടിക്കിൾ കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. തീർച്ചയായിട്ടും നിനക്ക് ഡൗട്ട് വരാം, നമ്മൾക്ക് ഇൻവിസിബിൾ, നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സാധനം ജെ തോംസൺ എങ്ങനെ കാണാൻ പറ്റി എന്ന് നിനക്ക് ക്വസ്റ്റ്യൻ വരും. നിങ്ങൾക്ക് ഡൗട്ട് വരാം, നമ്മൾക്ക് കാണാൻ പറ്റാത്ത ഒരു പാർട്ടിക്കിളിനെ ജെ തോംസൺ എങ്ങനെയാണ് കണ്ടത്? പറഞ്ഞുതരാം, വെയിറ്റ്. ജെ തോംസൺ മനസ്സിലായ ഒരു കാര്യമാണ് സം ഇൻവിസിബിൾ റേസ് വിച്ച് മൂവ് ടുവേർഡ്സ് ടു ആനോഡ്. കുറച്ച് ഇൻവിസിബിൾ റേസ് ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് ജെ തോംസൺ മനസ്സിലായി. അപ്പം ഇൻവിസിബിൾ റേസ് എന്ന് പറഞ്ഞത് ജെ തോംസൺ ഇൻവിസിബിൾ റേസ് എന്ന് പറഞ്ഞതും ജെ തോംസൺ അതിനെ എങ്ങനെയാണ് കണ്ടത് എന്ന് പറഞ്ഞാൽ, ഇയാൾ ഉപയോഗിച്ചത് ഒരു പെർഫറേറ്റഡ് ആനോഡാണ്. ഹോൾസുള്ള, ചെറിയ ഹോൾസുള്ള ആനോഡാണ് ഉപയോഗിച്ചത്. ഈ ആനോഡ് ഉപയോഗിച്ച് അതിന് കാരണമുണ്ട്. ഇവിടുന്ന് കുറേ റേസ് ഈ ആനോഡിലൂടെ കടന്നു പോയിട്ട് എവിടെ ഹിറ്റ് ചെയ്യും? ഈ ഫ്ലൂറസൻ, ഇവിടെ തിക്കായിട്ട് ഫ്ലൂറസൻ കോട്ട് ചെയ്യണം. ഈ ഫ്ലൂറസൻ മെറ്റീരിയൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇതൊരു ഗ്രീനിഷ് യെല്ലോ ഗ്ലോ പ്രൊഡ്യൂസ് ചെയ്തു. ജെ തോംസൺ പറഞ്ഞു, കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് കുറച്ച് ഇൻവിസിബിൾ റേസ് പോകുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ? ആ ഇൻവിസിബിൾ ആയിട്ടുള്ള റേസിനെ ജെ തോംസൺ എങ്ങനെയാണ് പോകുന്നുണ്ട് എന്ന് മനസ്സിലായെന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ഗ്രീനിഷ് യെല്ലോ ഗ്ലോ, അതായത് ഗ്രീനിഷ് യെല്ലോ ലൈറ്റ് കാണാൻ തുടങ്ങി. ജെ തോംസൺ അറിയാം എന്ത്? ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ ഫ്ലൂറസൻ മെറ്റീരിയൽ വന്ന് ഇടിച്ചാൽ മാത്രമേ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ? ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ ഫ്ലൂറസൻ മെറ്റീരിയൽ വന്ന് ഹിറ്റ് ചെയ്താൽ മാത്രമേ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ എന്ന് ജെ തോംസൺ അറിയാം. അപ്പൊ ഇവിടെ ഗ്രീനിഷ് യെല്ലോ ലൈറ്റ് വന്നപ്പം ജെ തോംസൺ മനസ്സിലായി എന്ത്? കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് കുറച്ച് പാർട്ടിക്കിൾ പോകുന്നുണ്ട്. ആനോഡിന്റെ ബാക്ക് സൈഡിൽ നോക്കിക്കോ, ആനോഡിന്റെ ബാക്ക് സൈഡിലാണ് ഈ ഗ്രീനിഷ് യെല്ലോ ലൈറ്റ് ഉണ്ടായത്. ആനോഡിന്റെ ബാക്ക് സൈഡിലാണ് ഗ്രീനിഷ് യെല്ലോ ലൈറ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ പാർട്ടിക്കിൾ എവിടെ നിന്ന് വരണം? കാഥോഡിൽ നിന്ന് വരണം. ക്ലിയർ? കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് കുറച്ച് പാർട്ടിക്കിൾ ഇൻവിസിബിൾ റേസ് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് ജെ തോംസൺ മനസ്സിലാവാൻ കാരണം, അതായത് ആനോഡിന്റെ ബാക്ക് സൈഡിലുള്ള ഫ്ലൂറസൻ മെറ്റീരിയൽ ഗ്രീനിഷ് യെല്ലോ അല്ല, ഫ്ലൂറസൻ മെറ്റീരിയൽ പാർട്ടിക്കിൾ എന്ന് വന്ന് ഇടിച്ചപ്പം അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? ഗ്രീനിഷ് യെല്ലോ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഗ്രീനിഷ് യെല്ലോ ഗ്ലോ പ്രൊഡ്യൂസ് ചെയ്തപ്പം ജെ തോംസൺ മനസ്സിലായി സം പാർട്ടിക്കിൾസ് ആർ മൂവ് ഫ്രം കാഥോഡ് വിച്ച് മൂവ് ടുവേർഡ്സ് ടു ആനോഡ്. അതെങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്? ആനോഡിന്റെ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ആ പാർട്ടിക്കിൾ എവിടെ വന്നിരിക്കുകയാണ്? ട്യൂബിന്റെ
ഇത് ആനോഡിലൂടെ കടന്നു പോയിട്ട്, ആനോഡിലുള്ള ഹോൾസിലൂടെ കടന്നു പോയിട്ട് എവിടെ ഹിറ്റ് ചെയ്യുന്നു? ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ഹിറ്റ് ചെയ്യുന്നു. ആ അങ്ങനെ ഹിറ്റ് ചെയ്തപ്പം ഉണ്ടായതാണ് ഗ്രീനിഷ് യെല്ലോ ലൈറ്റ് എന്ന് ആര് പറയാണ്? ജെ തോംസൺ പറഞ്ഞു. ജെ തോംസൺ പറഞ്ഞു ദാറ്റ് ഈസ് ആറ്റം ഈസ് ഡിവിസിബിൾ എന്ന് ജെ തോംസൺ പറഞ്ഞു. അപ്പോഴും ജെ തോംസൺ എങ്ങനെയാണ് പറഞ്ഞത് ആറ്റം ഈസ് ഡിവിസിബിൾ എന്ന് പറഞ്ഞത്? പറയൂ. അന്ന് കണ്ടുപിടിച്ച ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ഹൈഡ്രജൻ ആറ്റമാണ്. ഹൈഡ്രജൻ ആറ്റം, ഏറ്റവും ചെറിയ ആറ്റം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. പക്ഷേ ഇങ്ങനെ കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ മാസ്, കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ മാസ് ഹൈഡ്രജനേക്കാൾ 1837 ടൈംസ് കുറവാണ്. ഹൈഡ്രജനേക്കാൾ 1837, അതായത് ഒരു ഹൈഡ്രജന 1837 പീസാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഒരാളെ മാസം മാത്രമേ ആർക്കുള്ളൂ? ഈ കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളുള്ളൂ. അന്ന് കണ്ടുപിടിച്ച ഏറ്റവും ചെറിയ ആറ്റം ഏതാണ്? ഹൈഡ്രജൻ ആണ്. പക്ഷേ ജെ തോംസൺ കണ്ടുപിടിച്ച ഈ പാർട്ടിക്കിളിന്റെ മാസ് 1837 ടൈംസ് ഹൈഡ്രജനേക്കാൾ കുറവാണ്. So atom is divisible. Atom is divisible. Some particle move from cathode to anode. That particles are known as cathode rays എന്ന് ജെ തോംസൺ പറഞ്ഞു. ആറ്റം ഡിവിസിബിൾ ആണ് എന്ന് ജെ തോംസൺ പ്രൂവ് ചെയ്യാണ് ഈ എക്സ്പെരിമെന്റ് വഴി. 1805 ജെ തോംസന്റെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ആണ് നമ്മൾ പ്രൂവ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ജെ തോംസൺ കണ്ടുപിടിച്ച ഈ പാർട്ടിക്കിളിന്റെ പ്രോപ്പർട്ടി പറയാൻ പോവുകയാണ്. ഈ ഡിവിസിബിൾ ആറ്റം ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഈ പാർട്ടിക്കിളിന്റെ പ്രോപ്പർട്ടി ജെ തോംസൺ സ്റ്റഡി ഓരോ 1 by 1 ആയിട്ട് സ്റ്റഡി ചെയ്തു. അത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അടുത്ത ടോപ്പിക് അതാണ് പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ്. കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് അത് നമുക്ക് നോക്കാം.